ഹായ് എവരിവൺ, വെൽക്കം ടു ചാനൽ സ്വസ്ഥ ഫുഡ്സ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് പുട്ടാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സ്റ്റീമിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് വളരെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ക്യാരറ്റ് പുട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു ക്യാരറ്റ് വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തേങ്ങയുടെ പകുതി ചിരകി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലോട്ട് 1 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പുട്ടിൻ്റെ പൊടിയാണിത്, പാക്കറ്റ് വാങ്ങിയത്. ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പൊടി നനച്ചെടുക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ പൊടി നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ വരണം. ഞാൻ പൊടി കുഴയ്ക്കാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതും കൂടി വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ സാധാരണ നോർമൽ പുട്ടും അതുപോലെ തന്നെ പാൽപുട്ടും ചാനലിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതും കൂടി കാണാവുന്നതാണ്. ഒരു പുട്ടുകൂടെ എടുക്കുക. പുട്ടുകൂടത്തിന് 1/2 ഭാഗം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം തിളയ്ക്കാൻ വേണ്ടി പുട്ടുകൂടം ഗ്യാസ് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പുട്ടുകുറ്റി എടുക്കുക. അതിൻ്റെ അകത്തിലോട്ട് ചില്ലിട്ട് കൊടുക്കുക. ഇനി ഇതിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി പുട്ടുപൊടി കുറച്ച് എണ്ണ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി കുറച്ചും കൂടി തേങ്ങ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ വെക്കുക. ഇത് അടച്ച് വെക്കാം. ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി പുട്ടുകുറ്റി എടുത്ത് വെക്കാവുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ ഇവിടെ 3 ഹോളിൽ കൂടെയും സ്റ്റീം വരുന്നുണ്ട്. ഇനി ഇതെടുക്കാം. ഇനി ഇതിൻ്റെ അടപ്പെടുക്കുക. ഞാൻ എടുത്തേക്കുന്നൊരു വുഡൻ ചട്ടുകമാണ്. ഇത് വെച്ചിട്ട് പുട്ടെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് അവിടെ പുട്ടിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്ത അതുപോലെ തന്നെ എടുക്കുക. പുട്ടും അതിൻ്റെ കൂടെ തന്നെ ഒരു ഏത്തപ്പഴം പുഴുങ്ങിനും കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായി കൊടുക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.